പ്രായപൂർത്തിയായ ഒരു യുവതിയും യുവാവും തമ്മിൽ നിയമപരവും സാമൂഹ്യപരവുമായ ഒരു ഉടമ്പടിയാണ് സാധാരണ വിവാഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാരേജ് ഇസ് എ സോഷ്യൽ കോൺട്രാക്ട് എന്നാണ് പൊതുവെ അതിനെക്കുറിച്ച് യൂറോപ്യന്മാരുടെ ഭാഷ്യം. എന്നാൽ ഇത് പിന്നീട് കച്ചവടവൽക്കരിക്കപ്പെടുകയും സ്ത്രീ ഒരു ധനം എന്നതിന് പകരം സ്ത്രീയോടൊപ്പം ധനം കൂടി വേണം, അത് സ്വർണമാകാം, വസ്തുവാകാം, മറ്റ് വിലപിടിപ്പുള്ള എന്തുമാകാം എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇത് മാറുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് 1961 വിവാഹമല്ല ഈ സ്ത്രീധന നിരോധന നിയമം വരുന്നു. അതനുസരിച്ചാണ് എങ്കിൽ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. വാങ്ങുന്നയാളിനായാലും കൊടുക്കുന്ന ആളിനായാലും 5 കൊല്ലം വരെ ശിക്ഷിക്കാവുന്നതും 15,000 രൂപയോ അതല്ലെങ്കിൽ സ്ത്രീധനത്തുകയോ ഏതാണോ കൂടുതൽ അത് പിഴയായി ഈടാക്കാവുന്നതുമാണ് എന്ന് 1961 കേന്ദ്ര സർക്കാർ നിയമം പാസാക്കി. 1984 അത് വീണ്ടും പുതുക്കി. അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളും ശിക്ഷാർഹരാണ് എന്നും അവർക്ക് 2 വർഷം വരെ തടവും 10,000 രൂപ വരെ പരമാവധി ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് 1984 അത് പുതുക്കിയത്. അപ്പം ഇത് ഉണ്ടാകുന്നത് 1961 ശേഷമാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുകയും അതിനനുസരിച്ച് നിയമങ്ങൾ ജനാധിപത്യ സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നു. എന്നാൽ അതിന് 138 വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണം നിലവിലിരുന്ന തിരുവിതാംകൂറിൽ സ്ത്രീധന നിയന്ത്രണ നിയമം കൊണ്ടുവന്നതിൻ്റെ ഉത്തരവുകൾ നമുക്ക് മതിലകൻ രേഖകളിൽ ഇന്ന് ലഭ്യമാണ്. മതിലകൻ രേഖകൾ എന്ന് പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വരവ് ചെലവ് കണക്കുകളും ഉത്തരവുകളുടെ പകർപ്പും അടങ്ങുന്ന ഏതാണ്ട് 35 ലക്ഷം വരുന്ന ഓലക്കെട്ടുകളാണ് മതിലകം രേഖകൾ എന്ന് പറയുന്നു. ഇവിടെ ഇത് സംഭവിക്കുന്നത് പക്ഷെ ഒരു സാധാരണക്കാരന് വേണ്ടിയല്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആകമാനം തന്നെ സ്ത്രീധനത്തിന് അവർ പറയുന്ന ഒരു പദം വരദക്ഷിണ എന്നാണ്. അതായത് ഒരു മകളെ വരന് കന്യാദാനം ദാനം ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ഉത്തരോത്തരമായ സൗഖ്യത്തിനും അവരുടെ നിത്യനിദാന ചെലവുകൾക്കുമായി വധുവിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് വരനെ ഏൽപ്പിക്കുന്ന സ്വർണമോ പശുക്കളോ ആണ് പൊതുവെ വരദക്ഷിണ എന്ന് ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും. ഈ വരദക്ഷിണ എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഇത് കണക്ക് പറഞ്ഞ് പശുക്കളുടെ എണ്ണമായാലും സ്വർണത്തിൻ്റെ തൂക്കമായാലും വസ്തുവിൻ്റെ അളവായാലും കണക്ക് പറഞ്ഞു വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി. ഇത് ബ്രാഹ്മണരൊഴികെയുള്ള മറ്റു അവർണ സമൂഹങ്ങൾ മുഴുവൻ സ്ത്രീധനം എന്ന് പറയുമ്പോൾ ഇത് ബ്രാഹ്മണർ പൊതുവെ പറഞ്ഞിരുന്നത് വരദക്ഷിണ എന്ന്. അപ്പം ഇതൊരു കച്ചവട സംഭവമായി ഇത് മാറി. കണക്ക് പറഞ്ഞ് പണം വാങ്ങുകയും സ്ത്രീയോടൊപ്പം വധുവിനോടൊപ്പം കണക്ക് പറഞ്ഞ് പണം വാങ്ങുന്ന അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്ന അല്ലെങ്കിൽ പശുക്കളെ വാങ്ങുന്ന അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറിയപ്പോൾ പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ ഇടയിൽ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനൊക്കത്തൊരവസ്ഥ വന്നു. നിവർത്തിയില്ലാത്ത ബ്രാഹ്മണ കുടുംബങ്ങളിലെ കുട്ടികൾ എന്നും കന്യകളായി ജീവിക്കേണ്ടുന്നൊരവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായും ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും പരാതികൾ ഉയർന്നു വരികയും ആ പരാതി തിരുവനന്തപുരത്ത് രാജസ്ഥാനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അത് അവതരിപ്പിച്ചതിനെ തുടർന്ന് ഒരുപക്ഷെ സവർണ സമൂഹത്തിലെ ആളുകൾ തന്നെ അത് അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ഉടൻ തന്നെ രാജസ്ഥാനത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടായി. ആ ഇടപെടലിനെ സംബന്ധിച്ച ഒരു രേഖയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നേക്ക് 202 വർഷങ്ങൾക്ക് മുമ്പ് റാണി പാർവതിഭായ് പുറത്തിറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവിനെ സംബന്ധിച്ചാണ് ഇനി പറയുന്നത്. മലയാളത്ത് നമ്പൂരിമാരുടെയും പോറ്റുമാരുടെയും വകയിലുള്ള കന്യകമാരെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ വരദക്ഷിണ വകയ്ക്ക് ഒരു നിശ്ചയവും ഇല്ലാതെ 1000-ഉം 2000-ഉം അതിലധികവും പണം കൊടുക്കണമെന്നുള്ള
ചട്ടം നടന്നു വരുന്ന കാരണത്താൽ ആയതിന് വകയില്ലാതെ സന്തതി ബ്രഹ്മസ്വമായിട്ടുള്ള ഉൽപ്പത്തികൾ വിറ്റു നശിപ്പിക്കുകയും ചിലർക്ക് ആയതിനും വകയില്ലാത്തതിനാൽ കന്യകകളെ 30-40 വയസ്സുവരേക്കും വിവാഹം കഴിച്ചു കൊടുപ്പാൻ ഇടയില്ലാതെ അതിൽ ചിലത് ദോഷപ്പെട്ടു പോവുകയും മറ്റും ഏറിയ നാനാവിധങ്ങളായിട്ടും തീർന്നിരിക്ക കൊണ്ട് മേൽ അതിൻവണ്ണം വരാതെ രാജ്യത്തേക്കും പ്രജകൾക്കും അഭിവൃദ്ധിയായിട്ടും ശ്രേയസ്സായിട്ടും വരേണ്ടുന്നതിന് നാം നിശ്ചയിച്ച് വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നത് എന്തെന്നാൽ, നമ്മുടെ രാജ്യത്തിലിരിക്കുന്ന നമ്പൂരിമാരുടെയും പോറ്റിമാരുടെയും കന്യകകളെ ഒക്കെയും 10 വയസ്സിന് മേൽ 14 വയസ്സിനകം വിവാഹം കഴിച്ചു കൊള്ളുകയും വേണം. വരദക്ഷിണ അധികം കൊടുക്കണമെന്ന് ചോദിക്കുന്ന കാരണത്താൽ ആയതിന് ഗതിയില്ലാതെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് താമസം വരുന്നതാകൊണ്ട് വരദക്ഷിണ വകയ്ക്ക് കന്യക ഒന്നിന് 100 കലിയൻ അല്ലാതെ അതിലധികം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തു പോവുകയും അരുത്. ഇതുവരേക്കും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ 14 വയസ്സിലധികം പ്രായം ചെന്നിരിക്കുന്ന കന്യകളെ ഒക്കെയും 2 സംവത്സരത്തിനകം വിവാഹം കഴിച്ചു കൊടുത്ത് മേലും ഈ നിശ്ചയിച്ചിരിക്കുന്ന ചട്ടത്തിൻ പ്രകാരം നമ്മുടെ രാജ്യത്ത് പാർക്കുന്ന നമ്പൂരിമാരും പോറ്റുമാരും എല്ലാവരും അനുസരിച്ച് നടന്നുകൊള്ളുകയും വേണം. ഈ ചട്ടത്തിന് ആരെങ്കിലും വ്യത്യാസമായിട്ട് നടക്കുകയും വിരോധമായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ ആ ആളുകളെ കോർട്ടിൽ ഏൽപ്പിച്ച് ധർമ്മശാസ്ത്രപ്രകാരമുള്ള ശിക്ഷയ്ക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യും എന്ന് കൊല്ലം 998 കർക്കിടക മാസം 31 റാണി ഗൗരി പാർവതിഭായി തുല്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വരദക്ഷിണ എന്നുള്ള പേരിൽ കൊടുക്കേണ്ടി വന്ന ബ്രാഹ്മണ സമൂഹത്തിന് ഒരു ആശ്രയമായിട്ട് അല്ലെങ്കിൽ ഒരു സഹായമായിട്ട് ഈ ഉത്തരവ് വരുമ്പോൾ, ശൂദ്രാദി പിന്നോക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അരുതായ്മ തുടരുകയാണ് ചെയ്യുന്നത്. സ്ത്രീധനം എന്ന പേരിൽ കൊടുക്കലും വാങ്ങലും തർക്കങ്ങളും കുട്ടികൾ അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരവസ്ഥ ശൂദ്രാദി പിന്നോക്കക്കാരുടെ ഇടയിൽ പിന്നെയും നൂറ്റാണ്ടുകൾ നിലനിന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 1961 സർക്കാരിന് തന്നെ, ജനകീയ സർക്കാരിന് തന്നെ ഇടപെടേണ്ടി വന്നത്. ഇതിനനുബന്ധമായി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വിവാഹത്തിനും അവരുടെ കുട്ടികളുടെ വിവാഹത്തിനും സർക്കാർ ഗ്രാൻഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. അന്ന് രാജസ്ഥാനത്തിന് പ്രിയപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, അന്നത്തെ സർക്കാർ, രാജകീയ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, അവർക്ക് അവരുടെ വിവാഹത്തിനും അവരുടെ പെൺമക്കളുടെ വിവാഹത്തിനും സർക്കാരിൽ നിന്നും ഗ്രാൻഡ് അനുവദിച്ചിരുന്നു. ഈ ഗ്രാൻഡ് കൊണ്ട് കല്യാണം നടത്താവുന്ന ഒരവസ്ഥ, അത്ര സുരക്ഷിതത്വമായ ഒരു സർക്കാർ സംവിധാനമായിരുന്നു അന്ന് നിലവിലിരുന്നത്. പക്ഷേ പിന്നീട് ഇതിനെ തുടർന്ന് അതും പിൻവലിച്ചതിൻ്റെ ഒരു രേഖ നമുക്ക് ലഭ്യമാണ്. ആ രേഖ ഇങ്ങനെയാണ്: പണ്ടാരവക ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾക്ക് കല്യാണം മുതലായ അടിയന്തരങ്ങൾ ഉണ്ടായാൽ പണ്ടാരവകയിൽ നിന്നും ഇനാം കൊടുപ്പാൻ ആവശ്യമില്ലെന്നും മുൻപിൽ ചട്ടം വച്ചിരുന്നതിൻ്റെ ശേഷം ഇപ്പോൾ കുറഞ്ഞൊരു നാൾക്കിപ്പുറം ആയതിന് വിരോധമായിട്ട് ചിലർക്ക് പണം കൊടുത്ത് വരുന്നതിനാൽ മേലുള്ളതിന് എല്ലാ പേർക്കും പ്രസിദ്ധപ്പെടുത്തുന്നതെന്തെന്നാൽ, പണ്ടാരവക ശേവുകത്തിലിരിക്കുന്ന ആളുകൾക്ക് കല്യാണങ്ങൾക്കും മറ്റുമുള്ള അടിയന്തരങ്ങൾക്കും പണ്ടാരവകയിൽ നിന്നും പണം കൊടുക്കുന്നതല്ലാഴിക കൊണ്ട് അവരവരുടെ ശമ്പളത്തിൽ ചെലവ് ചെയ്ത് മേലെഴുതിയ അടിയന്തരങ്ങൾ നടത്തിച്ചു കൊള്ളുകയും വേണം. റാണി ഗൗരി പാർവതിഭായി തുല്യം. ഇതും അതിനോടനുബന്ധിച്ച്, അതായത് നമ്പൂതിരിമാരുടെയും പോറ്റുമാരുടെയും വരദക്ഷിണയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനോടനുബന്ധിച്ച് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ മക്കൾക്കും അവരുടെ വിവാഹങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിരുന്ന ഗ്രാൻഡ്, ഇനാം തുക, അതിന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അത് ഗ്രാൻഡ് എന്ന് പറയാം, ആ ഇനാം തുക പിൻവലിച്ചുകൊണ്ടും മേലിൽ ഏത് കല്യാണവും സ്വന്തം ശമ്പളത്തിൽ നിന്ന് മുടക്കി നടത്തിക്കൊള്ളണമെന്നുമാണ് ഈ ഉത്തരവിൻ്റെ
ധ്വനി. അന്ന് കല്യാണം മാത്രമല്ല, മറ്റടിയന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ മരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കൊക്കെ സർക്കാരിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചെലവ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നും അത് പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ടുള്ള റാണി പാർവതിഭായിയുടെ ഉത്തരവിൻ്റെയും വാക്യമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പം ഇന്നും ഈ നിയമങ്ങളൊക്കെ നിലവിലിരുന്നിട്ടും 200 കൊല്ലങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ ആദ്യം നിയമം ഉണ്ടായി. അതിനുശേഷം ഏകദേശം 60 കൊല്ലങ്ങൾക്ക് മുമ്പ് 65 കൊല്ലങ്ങൾക്ക് മുമ്പ് സർക്കാർ ഉത്തരവുണ്ടായി. അതിനുശേഷം ആ ഉത്തരവ് ഒന്നുകൂടി പുതുക്കി. എന്നിട്ടും ഈ നിയമമൊക്കെ നിലവിലിരുന്നിട്ടും വിലപേശി സ്ത്രീ ധനം വാങ്ങുന്ന ആളുകളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ വിദ്യാസമ്പന്നരായ ആളുകൾ തന്നെ നിൽക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. അതുമാത്രമല്ല, ഇതിന് ചരിത്രത്തിൽ എന്തുമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നും ചരിത്രകാലത്ത് അത് 200 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടും ഇന്നും ആ അനാചാരം തുടരുന്നു എന്നുകൂടി ബോധ്യപ്പെടുത്താനാണ് ഈ ഉത്തരവ് വീണ്ടും ഇവിടെ വായിച്ചത്.